നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹൂലിയൻ ആൽവാരസിന്റെ പെനാൽറ്റി ഡബിൾ ടച്ച് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്തല്ലോ. അതിൻ്റെ റിസൾട്ട് എന്താ? ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് തോറ്റ് പുറത്തായി. റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുകയും ചെയ്തു. കളി കഴിഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഡിയേഗോ സിമിയോണി പ്രതികരിച്ചിരിക്കുന്നു. ആരെങ്കിലും കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ അവരുടെ ഡബിൾ ടച്ച്? കണ്ടവരുണ്ടെങ്കിൽ വരൂ, കമോൺ കൈ ഉയർത്തു. അദ്ദേഹം അങ്ങനെയാണ് ഒരു പ്രസ് കോൺഫറൻസിൽ കളിക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ഹുലനോട് ചോദിച്ചോ ഡബിൾ ടച്ച് ഉണ്ട് എന്ന് ഫീൽ ചെയ്തു, ബോൾ 2 തവണ ടച്ച് ചെയ്തു എന്ന് തോന്നിയോ എന്ന് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചോ? അദ്ദേഹത്തിൻ്റെ മറുപടി ചോദിച്ച ആളോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുക, ഡിഡ് യു സീ ഇറ്റ്? നിങ്ങൾ കണ്ടോ? നിങ്ങൾ എന്താ കണ്ടത്? അദ്ദേഹം 2 തവണ ടച്ച് ചെയ്ത് നിങ്ങൾ കണ്ടോ? ഭയക്കണ്ട, പേടിക്കണ്ടെന്നേ, പറഞ്ഞോ, കണ്ടത് പറഞ്ഞോ. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടോ അതിൽ ഡബിൾ ടച്ച് ഉള്ളത്? ഇവിടെയുള്ള ആരെങ്കിലും കണ്ടോ? കൈ ഉയർത്തു. ഇനി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തു. ഞാൻ ഹുലിയനോട് സംസാരിച്ചിട്ടില്ല, പക്ഷേ ഡബിൾ ടച്ച് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ കാണേണ്ടതല്ലേ? ആരെങ്കിലും കണ്ടോ എന്നാണ് അദ്ദേഹം ആദ്യം പ്രതികരിക്കുന്നത്. പിന്നീട് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്, ഇപ്പം പെനാൽറ്റി നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന പോലെയല്ല. പെനാൽറ്റീസ് ട്രെയിനിങ്ങിലേതും മത്സരത്തിലേതും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് പെനാൽറ്റി എടുത്തത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. ഹുലിയൻ്റെ കാര്യത്തിൽ അദ്ദേഹം 2 തവണ ടച്ച് ചെയ്തു എന്ന് പറയുന്നു. ഇപ്പം റഫറി അങ്ങനെയാണ് കണ്ടതെങ്കിൽ അതങ്ങനെ ആവട്ടെ, അത്രയേ എനിക്കതിൽ പറയാനുള്ളൂ എന്നാണ് തീർച്ചയായിട്ടും ഡിയേഗോ സിമിയോണി പറയുന്നത്. അദ്ദേഹം ഒട്ടും ഹാപ്പി അല്ല ഈ ഒരു ഡിസിഷനിൽ. പക്ഷേ പിന്നെ പലരും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്, ഹുലിയൻ ആൽവാരസ് സിമിയോണിയോട് കൺഫസ് ചെയ്തിരിക്കുന്നു, 2 തവണ ടച്ച് ചെയ്തു എന്നൊക്കെ. അതൊക്കെ ഒരു തരത്തിലും സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. ഇപ്പോൾ സിമിയോണിയുടെ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അദ്ദേഹം പറയുന്നത്, ഞാൻ ഹുലിയനോട് സംസാരിച്ചിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും ഡബിൾ ടച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ, കൈവെക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിവാദം എവിടം കൊണ്ട് തീരില്ല എന്നത് ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.